ഇന്ത്യയുടെ ശത്രുക്കളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനെ തൊട്ടാൽ 140 കോടി ജനങ്ങളെയാണ് നിങ്ങൾ തൊടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയോടാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ അവസാനത്തെ ആളെ വരെ ഞങ്ങൾ വേട്ടയാടും. നിങ്ങളുടെ ഏറ്റവും വലിയ ദുസ്വപ്നത്തിനപ്പുറമായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷ. പശ്ചിമ ബംഗാളിലെ ജാർഗ്രാമിൽ ഒരു സാധാരണ തട്ടുകട നടത്തുന്ന ബിക്രം സൗ എന്ന വ്യക്തിക്ക് നേരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നിരന്തരം വധഭീഷണികൾ വരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 19-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കടയിൽ കയറുകയും ബംഗാളികളുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായിട്ടുള്ള ജാൽമുരി വാങ്ങി കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. അടുത്തിടെ നെതർലാൻഡിൽ നടന്ന പരിപാടിയിലും പ്രധാനമന്ത്രി ഈ ഒരു സംഭവം അനുസ്മരിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രശസ്തി ബിക്രമിനും കുടുംബത്തിനും ഇപ്പോൾ പേടി സ്വപ്നമായിരിക്കുകയാണ്. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും നമ്പറുകളിൽ നിന്ന് നിരന്തരം ഫോൺ കോളുകളും വീഡിയോ കോളുകളും വരുന്നു. കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്നും ബോംബ് വെച്ചെല്ലാം തകർക്കുമെന്നും ഒക്കെയാണ് ഭീഷണി. സംഭവത്തിൽ ബിക്രം പോലീസിൽ പരാതി നൽകുകയും ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ഭീഷണികൾ മുഴക്കുന്ന മതവെറിയന്മാർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഒരു വർഷം മുൻപ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ചില തീവ്രവാദികൾ പാന്റ് അഴിച്ച് മതം നോക്കി 26 ഇന്ത്യൻ പുരുഷന്മാരെ കൊന്നൊടുക്കിയിരുന്നു. അന്ന് ജീവൻ ബാക്കിയായ ഒരാളുടെ ഭാര്യയോട് ആ തീവ്രവാദി പറഞ്ഞത്, നിന്നെ ബാക്കി വെച്ചിരിക്കുന്നത് മോദിയോട് പോയി പറയാൻ വേണ്ടിയാണ് എന്നാണ്. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് പാകിസ്ഥാൻ നന്നായി അറിയാം. ഇന്ത്യൻ ആർമിയുടെ ചുണക്കുട്ടികൾ പാകിസ്ഥാൻ അകത്ത് കയറി അവന്മാരെ അടിച്ച് പഞ്ചറാക്കി. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ രുദ്രതാണ്ഡവമാണ് പിന്നീട് ലോകം കണ്ടത്. പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകളും സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും നമ്മുടെ സൈന്യം അടിച്ചു തകർത്തു. അതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഒരു ഇന്ത്യക്കാരനെതിരെ ഭീഷണിയുമായി ഇറങ്ങിത്തിരിക്കാൻ. ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും വീം വിളക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അതിനുവേണ്ടി മെനക്കെടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സായാഹ്നത്തിൽ മുഖം മൂടി അണിഞ്ഞു വരുന്ന ഒരു അജ്ഞാതന്റെ തോക്കിന്റെ 1-2 വെടിയുണ്ടയുടെ വില മാത്രമേ അവന്റെ ജീവൻ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന ഓർമ്മ വേണം. ഇനി ഭീഷണി മുഴക്കുന്നത് ഏതെങ്കിലും ഭീകര സംഘങ്ങളാണെങ്കിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ വന്ന് വീഴാനുള്ള മിനിമം സ്പേസ് സ്വന്തം താവളത്തിന്റെ കൂരയ്ക്കുണ്ടോ എന്ന് അളന്നു നോക്കിയിട്ട് മാത്രം ഇറങ്ങിത്തിരിക്കുക. ഇന്ത്യൻ സേന നിങ്ങളെ പച്ചയ്ക്ക് കത്തിച്ച് ചാമ്പലാക്കും. ശത്രുക്കളെ അവരുടെ വീട്ടിനുള്ളിൽ കയറി പണിയുന്ന പുതിയ ഇന്ത്യയാണത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ വാക്ക് ഇന്ത്യയുടെ ശത്രുക്കൾ ഒരിക്കൽ കൂടി ഓർത്താൽ തന്നു. ഇനി ഈ മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരവാദ ആക്രമണവും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി തന്നെ കണക്കാക്കും. അതുകൊണ്ട് ബിക്രം സൗ എന്ന സാധാരണക്കാരനായ കച്ചവടക്കാരനെ ഭയപ്പെടുത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അയാളുടെ പിന്നിൽ അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈന്യവും ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും നട്ടലുള്ള ഒരു കേന്ദ്ര സർക്കാരുമുണ്ട്. ന്യൂസ് ഡെസ്ക്.